ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. സോ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന വിവിധതരം ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് ഈ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയണം ഒരു ഡെപ്പോസിറ്റ് ഇത്രയും കാലയളവിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടും, ടോട്ടൽ എത്ര എമൗണ്ട് ആ ഡെപ്പോസിറ്റിന് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഇതിനെ നമ്മൾ ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു ലോൺ എടുക്കാൻ തീരുമാനിക്കുകയാണ്, ഒരു എക്സ് എമൗണ്ട് ലോൺ എടുക്കുകയാണ്, ഇത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ ഇത്ര ഒരു കാലയളവിലേക്ക് നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ EMI വരിക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണം. അതുപോലെ തന്നെ എത്ര കൊല്ലത്തേക്ക് നമ്മൾ EMI വെച്ച് അടയ്ക്കുമ്പോൾ എത്രയാണ് ടോട്ടൽ നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് അടയ്ക്കുന്നത്, എത്രയാണ് ടോട്ടൽ മുതലിലേക്ക് അടയ്ക്കുന്നത്, ആകെ മൊത്തം നമ്മൾ എത്ര എമൗണ്ട് തിരിച്ചടച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ കാൽക്കുലേറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സ് നമുക്കിന്ന് ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സോ നമ്മളിന്ന് ആ ഫിനാൻഷ്യൽ കാൽക്കുലേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ പോകാം വീഡിയോയിലേക്ക്. സോ അതിനായിട്ട് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ വരിക. അതിനുശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്കിങ് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. അവിടെ കാൽക്കുലേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ കാൽക്കുലേറ്റേഴ്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ബൈ ഡിഫോൾട്ടായിട്ട് ഒരു EMI കാൽക്കുലേറ്റർ ഉണ്ട്. അതുപോലെ പേജിൻ്റെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കാൽക്കുലേറ്റേഴ്സ് ആണ്. FD മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റർ, ബിൽ ഡിസ്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ, അതുപോലെ ലോൺ അമോർട്ടൈസേഷൻ, ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ക്യാഷ് സർട്ടിഫിക്കറ്റ് കാൽക്കുലേറ്റർ, AMB കാൽക്കുലേറ്റർ, മൊറട്ടോറിയം കാൽക്കുലേറ്റർ, ക്രെഡിറ്റ് കാർഡ് EMI കാൽക്കുലേറ്റർ, പലതരത്തിലുള്ള കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. സോ ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ ലോണിൻ്റെ EMI എത്ര വരുന്നൊക്കെ നമുക്ക് അതൊന്ന് അറിയണമെന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രിൻസിപ്പൽ ലോൺ എമൗണ്ട് എന്നുള്ള ഈ സ്ലൈഡ് നീക്കി നമുക്ക് ലോൺ എമൗണ്ട് കൂടെ കൂട്ടാവുന്നതാണ്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ലക്ഷമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു പേഴ്സണൽ ലോണാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ബാങ്കിൽ അന്വേഷിച്ച സമയത്ത് 10% മുകളിലോട്ടാണ് ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഞാനൊരു 11% ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴോട്ട് വരികയാണെങ്കിൽ എനിക്ക് ലോൺ ടെന്നർ ചോദിക്കുന്നുണ്ട്. അപ്പം ഇയേഴ്സിലും കൊടുക്കാം, നമുക്ക് മന്ത്സിലും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇയേഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. ഇയേഴ്സിൽ ഞാനൊരു 5 ഇയറിലേക്കാണ് ഈ ലോൺ നോക്കുന്നത്. സോ ഞാൻ ആ 5 ഇയർ എന്നുള്ളത് കൊടുത്തു. അവിടെ കാൽക്കുലേറ്റ് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇവിടെ താഴെ നമുക്ക് കാണിക്കുന്നുണ്ട്, നമുക്ക് 5 വർഷത്തേക്ക് നമ്മൾ 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ്. 11% ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി EMI 21,742 രൂപയാണ് വരുന്നത്. അതുപോലെ നമ്മൾ 5 കൊല്ലം കൊണ്ട് ടോട്ടൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3,04,545 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ടോട്ടലായിട്ട് മുതലും പലിശയും അടക്കം 13,04,545 രൂപയാണ് ഇതിലേക്ക് അടയ്ക്കുന്നത് എന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഏകദേശ കാൽക്കുലേഷൻസ് ആണ് കാൽക്കുലേറ്ററിലുള്ളത്. സോ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് EMI ഷെഡ്യൂൾ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, നീല കളറിൽ കൊടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പം ആദ്യ വർഷങ്ങളിൽ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് പോർഷൻ കൂടുതലായിട്ട് പിടിക്കുന്ന കാണാം. പിന്നീട് അത് കുറഞ്ഞ് അവസാന വർഷമാകുമ്പോഴത്തേക്ക് പൂർണ്ണമായും നമ്മൾ അടയ്ക്കുന്ന EMIയുടെ തുക പോകുന്നത് നമ്മളുടെ മുതലിലേക്കാണെന്നുള്ളതും കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഇവിടെ അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓരോ വർഷവും നമ്മൾ പ്രിൻസിപ്പളിലേക്ക് എത്ര അടയ്ക്കുന്നുണ്ട്, ഇൻട്രസ്റ്റിലേക്ക് എത്ര അടയ്ക്കുന്നുണ്ട്, അതുപോലെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ടോട്ടൽ ആ വർഷം നമ്മൾ എത്ര അടയ്ക്കുന്നുണ്ട്, അതിൽ ബാലൻസ് എത്രയായിരിക്കും ആ വർഷം കഴിയുമ്പോൾ എന്നുള്ളതൊക്കെയാണ് അമോർട്ടൈസേഷൻ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഓരോ വർഷവും നമുക്ക് മുതലിലേക്ക് എത്ര പോകുന്നുണ്ട്, ഇൻട്രസ്റ്റിലേക്ക് എത്ര പോകുന്നുണ്ട്, എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് ഈ ഒരു അമോർട്ടൈസേഷൻ ടേബിളിൽ നമുക്ക് കാണുന്നതാണ്. സോ ഇതാണ് EMI കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് FD കാൽക്കുലേറ്റർ ഉണ്ട്. സോ ഇവിടെ FD മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റർ ആണ്. സോ ഞാനൊരു 5 ലക്ഷത്തിൻ്റെ FD ഇവിടെയാണ്. അപ്പോൾ 7% ഇൻട്രസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇൻട്രസ്റ്റ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കിട്ടുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. സോ തൽക്കാലം ഞാൻ ഒരു വർഷത്തേക്കാണ് FDയുടെ ഉദ്ദേശിക്കുന്നത്. സോ അതിനിവിടെ മാസത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ 12 മാസം കൊടുത്തു, 7% ഇൻട്രസ്റ്റ് കൊടുത്തു. സോ അതിനുശേഷം കാൽക്കുലേറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴെ ഈ FD മന്ത്ലി ഇൻട്രസ്റ്റ് സ്കീം പ്രകാരം ഞാൻ 5 ലക്ഷം രൂപ 7% ഇൻട്രസ്റ്റിൽ 12 മാസത്തേക്ക് ഇടുകയാണെങ്കിൽ എനിക്ക് എല്ലാ മാസവും 2,900 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 34,798 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അതുപോലെ ടോട്ടൽ നമുക്ക് കാലാവധി കഴിയുമ്പോൾ 5,34,798 രൂപ. ഇതിൽ ഇൻട്രസ്റ്റ് നമുക്ക് മാസം ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പോൾ കാലാവധി കഴിയുമ്പോൾ ഈ 5 ലക്ഷം രൂപയും നമുക്ക് തിരിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് നോക്കാവുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ ആണ്. സോ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ഇവിടെ മന്ത്ലി ഡെപ്പോസിറ്റ് എല്ലാ മാസവും നമ്മൾ എത്ര എമൗണ്ട് വെച്ചിട്ടാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. സോ ഞാനിവിടെ 2,000 രൂപ വെച്ചിട്ടാണ് മാസം
ഡെബിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 7% കരുതാം ഒരു വർഷത്തേക്ക്. ഇവിടെ മാസം ഞാൻ കൊടുക്കുകയാണ്, 12 മാസത്തേക്കാണ് കൊടുക്കുന്നത്. സോ കാൽക്കുലേറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മാസം കഴിയുമ്പോൾ എനിക്ക് ടോട്ടൽ എമൗണ്ട് RDൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 24,924 രൂപ. അതിൽ ഇൻട്രസ്റ്റ് തന്നത് 924 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഇതിൻ്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ചാർട്ട് ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ പലതരത്തിലുള്ള കാൽക്കുലേറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സോ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ തരത്തിലുള്ള കാൽക്കുലേറ്റേഴ്സും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ബാങ്കിൽ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഈ സൈറ്റിൽ തന്നെ ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.